വെബ് ഡിസൈനിങ്ങിൻ്റെ പുതിയൊരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 1-2 സെക്ഷനിലായിട്ട് നമ്മൾ HTML-ഉം CSS ഒക്കെ ഡിസ്കസ് ചെയ്തു. Now we are discussing JavaScript. What is JavaScript? In this video, we are discussing the introduction of the JavaScript. First of all, we have discussed already HTML, CSS and JavaScript. The HTML we are using to define the content of the web page, and CSS to specify the layout of the web pages, and JavaScript it is used to program the behavior of the web pages. നമ്മൾ വെബ് ഡിസൈനിങ്ങിൽ മെയിനായിട്ട് വരുന്ന 3 പാർട്ടുകളാണ് HTML, CSS, JavaScript. HTML നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. HTML നമ്മൾ വെബ് പേജിലുള്ള കണ്ടന്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTML യൂസ് ചെയ്യുന്നത്. എന്നാൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടന്റിനെ പ്രത്യേകിച്ച് ലേഔട്ടൊക്കെ കൊടുത്ത് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് CSS യൂസ് ചെയ്യണത്. ഒരു ലേഔട്ടൊക്കെ കൊടുത്ത് അതിൻ്റെ രൂപമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് CSS ഉപയോഗിച്ചത്. എന്നാൽ JavaScript ഉപയോഗിക്കുന്നത് ആ വെബ് പേജിൻ്റെ ബിഹേവിയറിനെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടാണ് JavaScript യൂസ് ചെയ്യുന്നത്. ഒരു ബിഹേവിയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല രൂപത്തിലുള്ള ബിഹേവിയേഴ്സ് നമുക്ക് ഓരോ വെബ് പേജിലും കാണാം. അത് ജാക്വറി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മളൊരു വെബ് പേജ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ, നമ്മുടെ കോളേജുകളുടെ വെബ് പേജുകൾ തന്നെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ ഫ്രണ്ട് പേജിൽ നമുക്ക് അതിൻ്റെ ഗാലറിയിലുള്ള ഇമേജസ് ഇങ്ങനെ മാറി മറിയുന്നത് ഇങ്ങനെ കാണാം. നമുക്ക് ജാക്വറി പോലെ JavaScript ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാൻ പറ്റും അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ JavaScript യൂസ് ചെയ്യുന്നത് പ്രോഗ്രാം ദി ബിഹേവിയർ ഓഫ് ദി വെബ് പേജസ്. ഒരു വെബ് പേജിൻ്റെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ JavaScript യൂസ് ചെയ്യുന്നത്. ഓക്കെ, JavaScripറ്റിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് എ ലൈറ്റ് വെയ്റ്റ് ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒരു ലൈറ്റ് വെയ്റ്റ് ഇൻ്റർപ്രറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ നമുക്ക് JavaScript ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം HTML, CSS ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. നമുക്ക് നോട്ട്പാഡിൽ തന്നെ ചെയ്യാം. അതുപോലെ JavaScripറ്റും ഈസി ആയിട്ട് എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക. കാരണം ഓരോ JavaScripറ്റും സെപ്പറേറ്റ് ആയിട്ടല്ല ചെയ്യുക, ഒരു HTML ആയിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ടാണ് സാധാരണ JavaScript ചെയ്യാറുള്ളത്. ആൻഡ് ഓപ്പൺ ആൻഡ് ക്രോസ് പ്ലാറ്റ്ഫോമാണ്. ഏത് പ്ലാറ്റ്ഫോമിലും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുക, ഫ്രീ ആയിട്ട് പ്രത്യേകിച്ച് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് JavaScript ഓൾറെഡി നമ്മളെ സിസ്റ്റത്തിൽ അവൈലബിൾ ആയിരിക്കും. പുതിയ ബ്രൗസറിലൊക്കെ എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഫ്രീ ടു യൂസ് എവറി വൺ, പ്രത്യേകിച്ച് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ് റിയലി ബ്യൂട്ടിഫുൾ ആൻഡ് ക്രാസി ഫാസ്റ്റ് വെബ്സൈറ്റ്സ്. ഓൾറെഡി പറഞ്ഞ് എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് ഒന്നുകൂടി ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റുകൾ മാറ്റാൻ പറ്റും. ആൻഡ് ഇറ്റ് ഹെൽപ്സ് യു ഡെവലപ്പിംഗ് ഗ്രേറ്റ് ഫ്രണ്ട് ആൻഡ് ആസ് വെൽ ആസ് ബാക്ക് എൻഡ് സോഫ്റ്റ്വെയർ. ജാക്വറി, Node.js അതുപോലത്തെ പല സോഫ്റ്റ്വെയർ സ്ക്രിപ്റ്റിംഗ് ഫ്രെയിം വർക്കുകളൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ആയിട്ട് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് അതിനൊക്കെ എന്ത് ചെയ്യും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഈ JavaScript എന്ന് പറഞ്ഞാൽ. ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഭാഗം അല്ലെങ്കിൽ കാണുന്ന ഒരു പാർട്ടിനാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞത്. ബാക്ക് എൻഡ് പറഞ്ഞാൽ ബാക്കിൽ പ്രവർത്തിക്കും, നമ്മൾ കാണുന്നുണ്ടാവില്ല, ബാക്കിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ബാക്ക് എൻഡ് എന്ന് പറയുന്നത്. ആ ബാക്ക് എൻഡായിട്ടും ഫ്രണ്ട് എൻഡായിട്ടും ഒക്കെ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും JavaScript എന്നതാണ്. നമ്മൾ JavaScripറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പാർട്ട് JavaScripറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ്. എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഈ ഒരു ഡൗൺലോഡ് എന്നുള്ളൊരു ബട്ടൺ ആവുന്നത്, ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ഞെരുക്കി നമുക്ക് എന്താണ്, പ്രസ് ചെയ്യാണ് ഇതിൽ കാണിക്കുന്നത്. ആ പ്രസ് ചെയ്യുന്നതോടുകൂടി ആ ബട്ടണിൻ്റെ ചേഞ്ച് മാറി, ഡൗൺലോഡിങ് ഓപ്ഷനിലേക്ക് മാറി. ഈ ഒരു രൂപം നമുക്ക് എന്ത് ചെയ്യാം, JavaScript വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാണ്. സാധാരണ ഒരു ഡൗൺലോഡ് ബട്ടൺ നമ്മൾ CSS ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ അതിനെ ഒന്നും കൂടി ബിഹേവിയറൊക്കെ ചേഞ്ച് സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് കാണാനുള്ള ലുക്കും അതിൻ്റെ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, JavaScript യൂസ് ചെയ്യാം. JavaScript ആദ്യ സമയങ്ങളിൽ നമുക്ക് ഒരു ഡെസ്ക്ടോപ്പ് ആപ്പ് ഡെവലപ്മെൻറ്റിനായി ഉപയോഗിച്ചത്. എന്നാൽ ഇപ്പോൾ എന്താണ്, ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മൊബൈൽ ആപ്പ് ഡെവലപ്മെൻറ്റ്, ഡെസ്ക്ടോപ്പ് ഡെവലപ്മെൻറ്റ്, ഗെയിം ഡെവലപ്മെൻറ്റിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, JavaScript യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു കാരണം, JavaScript ഒന്നുകൂടി ഒക്കെ യൂസ് ചെയ്യാൻ കാരണം എന്താണ്, ഒരുപാട് ഫ്രെയിം വർക്ക്സും ലൈബ്രറീസും നമുക്ക് എന്താണ് ഓൾറെഡി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അവൈലബിൾ ആണ്. നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫ്രെയിം വർക്ക്സും ലൈബ്രറീസൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കാണാം. നെക്സ്റ്റ് എക്സാമ്പിൾ ആയിട്ടുള്ള JavaScripറ്റിൻ്റെ എക്സാമ്പിളാണ് നമുക്ക് ഒരു ഹലോ വേൾഡ് യൂസിങ് JavaScripറ്റിൻ്റെ വെച്ചിട്ടുള്ള ഒരു ഹലോ വേൾഡ് പ്രോഗ്രാം. സാധാരണ നമ്മൾ HTML ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ബോഡി സ്റ്റാർട്ട് ചെയ്ത് ബോർഡിൻ്റെ ഉള്ളിൽ നമുക്കറിയാം സ്ക്രിപ്റ്റ് എന്നൊരു പാർട്ട് കൊടുത്തിട്ടുണ്ട്.
നേരത്തെ നമ്മൾ CS ചെയ്തിരുന്ന സമയത്ത് നമ്മൾ എന്ത് വെച്ചിട്ടായിരുന്നു CS ഓപ്പൺ ചെയ്യുന്നത്? സ്റ്റൈൽ എന്നൊരു ടാഗ് ഉപയോഗിച്ചിട്ടായിരുന്നു. എന്നാൽ ജാവ സ്ക്രിപ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് സ്ക്രിപ്റ്റ് എന്നൊരു ടാഗ് വെച്ചിട്ടാണ്. ഒരു ഓപ്പണിംഗ് സ്ക്രിപ്റ്റിംഗ് ടാഗ് ഉണ്ട്, ഒരു ക്ലോസിംഗ് സ്ക്രിപ്റ്റിംഗ് ടാഗ് ഉണ്ട്. ആ രണ്ട് സ്ക്രിപ്റ്റിംഗ് ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ജാവ സ്ക്രിപ്റ്റിൻ്റെ കോഡ് എഴുതാറുള്ളത്. ഓക്കെ, അതിന് ബോർഡിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഹെഡിൻ്റെ ഉള്ളിലും കൊടുക്കാം. ഹെഡിൻ്റെ ഉള്ളിലും ബോർഡിൻ്റെ ഉള്ളിലും എവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ക്രിപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാം, ജാവ സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാം. ആ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ഈക്വൽ ടു ജാവ സ്ക്രിപ്റ്റ്. ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നതാണ് ജാവ സ്ക്രിപ്റ്റ്. ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ ജാവ സ്ക്രിപ്റ്റ്. നേരത്തെ നമ്മൾ സ്റ്റൈൽ കൊടുത്ത സമയത്ത് സ്റ്റൈൽ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ CS എന്ന് കൊടുക്കാറുണ്ടായിരുന്നു. ഇവിടെ ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ ജാവ സ്ക്രിപ്റ്റ്. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ആണ്. നമുക്ക് റൈറ്റിലിനൊക്കെ വരുന്നുണ്ട്. ആ റൈറ്റ് എന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി പ്രിന്റിന് പകരം ഉപയോഗിക്കുന്നതാണ് ഇവിടെ റൈറ്റ്. ഹലോ വേൾഡ് ഡോക്യുമെന്റ് എന്നുള്ളത് നമുക്ക് DOM ഒക്കെ പഠിക്കുമ്പോൾ ആ ഡോക്യുമെന്റ് ഒക്കെ പഠിക്കാം. അപ്പം ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഹലോ വേൾഡ് സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുന്നു, ബോഡി HTML ക്ലോസ് ചെയ്യുന്നു. നമ്മൾ ഹലോ വേൾഡ് എന്നുള്ളത് എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ ഡിസ്പ്ലേ ചെയ്യിക്കും. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു സ്ക്രിപ്റ്റിംഗ് ഓപ്പണിംഗ് ടാഗും വേണം, ക്ലോസിംഗ് ടാഗും വേണം. അതിൻ്റെ ഉള്ളിലായിട്ടാണ്, ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ക്രിപ്റ്റിംഗ് ടാഗുകൾ അല്ലെങ്കിൽ ജാവ സ്ക്രിപ്റ്റിൻ്റെ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ എക്സാമ്പിൾ ജാവ സ്ക്രിപ്റ്റിൽ ഒരുപാട് ഫ്രെയിം വർക്ക്സും ലൈബ്രറീസും അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഒന്നും കൂടി ഈസിയാണ് നമ്മൾ പറഞ്ഞത്. ജാവ സ്ക്രിപ്റ്റിൻ്റെ കുറച്ച് ലൈബ്രറീസ് ആൻഡ് ഫ്രെയിം വർക്ക്സ് നമ്മൾ കൊടുത്തുള്ളത്. ആംഗുലർ JS എന്നൊക്കെ പറഞ്ഞാൽ ആംഗുലർ, റിയാക്ട്, ജാക്വറി, വ്യൂ എക്സ്റ്റെൻഡ്, നോഡ് JS, പോളിമർ, ബാക്ക് ബോൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട്. ഇത് ഇത്രയൊന്നുമല്ല, ഇനിയും ഒരുപാട് എന്താണ് ഫ്രെയിം വർക്ക്സ് അവൈലബിൾ ആണ്. ഫ്രെയിം വർക്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറോ ഒരു ഇതൊക്കെ ആയിരിക്കാം എന്ത് ഫ്രെയിം വർക്ക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഫ്രെയിം വർക്കുകൾ നമ്മൾ ഒരുപാട് ഫ്രെയിം വർക്കുകൾ നമ്മൾ കണ്ടതാണ്. PHP എന്നൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ അഡോബിൻ്റെ ഒരുപാട് ഫ്രെയിം വർക്കുകൾ നമ്മൾ ഡ്രീം വേവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ ആപ്പൊക്കെ പിന്നെ ഫ്രെയിം വർക്ക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട്. അതുപോലെ തന്നെ ജാവ സ്ക്രിപ്റ്റിൻ്റെ കോഡുകളും ലൈബ്രറീസ് ഉപയോഗിക്കുന്ന കോഡുകളും നമുക്ക് ഇൻ്റർനെറ്റിൽ ഒരുപാട് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ജസ്റ്റ് ജാവ സ്ക്രിപ്റ്റ് പിന്നെ ജാക്വറി കോഡ് എന്നൊക്കെ കാണിക്കണ്ടല്ലോ. ജാക്വറിൻ്റെ ഒരു ഇമേജ് ഗാലറി, ജാക്വറി ഇമേജ് ഗാലറി നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ടൈപ്പ് ചെയ്ത് നോക്കുക. നമുക്ക് നമ്മുടെ പല വെബ്സൈറ്റിലും കാണുന്ന ഒരുപാട് ഗാലറികൾ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ജസ്റ്റ് നമുക്ക് നെറ്റിൽ നിന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ തന്നെ ഇമേജിന് കൊടുത്ത് നമ്മളെ ഇമേജുകളാക്കി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അതാണ് ഒരുപാട് അവൈലബിൾ ആണെന്ന് പറഞ്ഞത്. ഓക്കെ, എന്താണ് ജാവ സ്ക്രിപ്റ്റിൻ്റെ അപ്ലിക്കേഷൻസ്? ഏതൊക്കെ അപ്ലിക്കേഷൻസ്? ഫസ്റ്റ് ആണ് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ, മാനിപ്പുലേറ്റിംഗ് HTML pages, user notification, backend data loading, presentation, server application. These 6 are the main applications of the JavaScript. ഈ 6 ജാവാസ്ക്രിപ്റ്റിൻ്റെ മെയിൻ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അതിന് ഫസ്റ്റ് ഉണ്ട് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷൻ. ക്ലയൻറ്റ് സൈഡ് നമുക്കറിയാം, ക്ലയൻറ്റ് സൈഡ് എന്താണ്, സെർവർ സൈഡ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്ലയൻറ്റ് സൈഡ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം ക്ലയൻറ്റ് സൈഡ് വാലിഡ്. ആ ക്ലയൻറ്റ് സൈഡിൽ എന്തെങ്കിലും വാലിഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് വെച്ച് നമുക്ക് വാലിഡേറ്റ് ചെയ്യാം. എക്സാമ്പിൾ, നമ്മളൊരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ റിക്വയർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുക്കാറുണ്ട് അല്ലേ, റിക്വയർഡ് എന്നൊരു ഓപ്ഷൻ കൊടുക്കാറുണ്ട്. അത് നമുക്ക് എങ്ങനെ ചെയ്യാം, ജാവാസ്ക്രിപ്റ്റ് വെച്ച് വാലിഡേറ്റ് ചെയ്യാം. എക്സാമ്പിൾ, നമ്മുടെ നെയിം ടൈപ്പ് ചെയ്യേണ്ടടുത്ത് നമ്മൾ നെയിം ടൈപ്പ് ചെയ്യാതെ ഒരു ഫോം ഫില്ല് ചെയ്യാണ്, നെയിം ടൈപ്പ് ചെയ്യാതെ നമ്മൾ സബ്മിറ്റ് അടിച്ച് കഴിഞ്ഞാൽ പല ഫോമുകളും സബ്മിറ്റ് ആവില്ല. റിക്വയർഡ് ഫീൽഡ് എന്ത് ചെയ്യണം, ടൈപ്പ് ചെയ്യണം എന്ന് പറയും. ആ ഒരു വാലിഡേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊരു എക്സാമ്പിളാണ്. നമുക്കൊരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യണം. ആ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് HTML5 അവൈലബിൾ ആണ്. എന്നാലും ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, HTML5 വന്നപ്പോഴാണ് ആ ഒരു വാലിഡേഷനൊക്കെ അതിൽ വന്നത്. അതിന് മുൻപ് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടായിരുന്നു ആ വാലിഡേഷൻ ചെയ്യാറ്. അത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്. ആ ടെക്സ്റ്റ് ബോക്സ് നമ്മൾ നെയിം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സാമ്പിൾ RCS വെച്ച് ടൈപ്പ് ചെയ്ത് മൊബൈൽ നമ്പർ അടിക്കുന്നിടത്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പാടില്ല, ശരിക്ക് ആ ഫോം സബ്മിറ്റ് ആവാൻ പാടില്ല. കാരണം നമ്പേഴ്സ് അടിക്കേണ്ട സ്ഥലത്ത് ക്യാരക്ടേഴ്സ് അടിച്ചു കഴിഞ്ഞാൽ അത് അവൈലബിൾ ആവാൻ പാടില്ല. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാലിഡേറ്റ് ചെയ്യാം. അവിടെ അടിച്ചത് നമ്പർ ആണോ അതല്ല അവിടെ അടിച്ചത് ക്യാരക്ടേഴ്സ് ആണോ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ HTML5 വെച്ചിട്ട് നമ്പേഴ്സ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ നമുക്കത് വാലിഡേറ്റ് ചെയ്യാം, വേറെ കാര്യം. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലുള്ള വാലിഡേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എക്സാമ്പിൾസ് ആണ്. ആൻഡ് നെക്സ്റ്റ് മാനിപ്പുലേറ്റിംഗ് HTML pages. HTML പേജിനെ മാനിപ്പുലേറ്റ് ചെയ്യുക.
HTML-ന്റെ എലമെന്റ്സ് ഉണ്ട്, അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. നമുക്ക് അതിൽ എന്ത് ചെയ്യാം, മാറ്റങ്ങളും ചേഞ്ചുകളും എലമെന്റ്സിൽ മാറ്റങ്ങളും ചേഞ്ചുകളൊക്കെ ജാവാസ്ക്രിപ്റ്റ് വെച്ച് വരുത്താൻ പറ്റും. നെക്സ്റ്റ് വരുന്നത് യൂസർ നോട്ടിഫിക്കേഷൻസ് ആണ്. അതായത് ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള പോപ്പപ്പ് വിൻഡോസ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ പോപ്പപ്പ് നോട്ടിഫിക്കേഷൻസ്, എക്സാമ്പിൾ ഒരു വെബ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പോപ്പപ്പ് മെസ്സേജ് വരുന്നുണ്ട് അല്ലേ. ആ പോപ്പപ്പ് മെസ്സേജസിന് എന്ത് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ഡൈനാമിക് ആയിട്ടുള്ള പോപ്പപ്പ് മെസ്സേജസ് ആക്കാൻ പറ്റും, പോപ്പപ്പ് വിൻഡോസ് ആക്കാൻ പറ്റും. അതാണ് യൂസർ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. യൂസർക്കുള്ള നോട്ടിഫിക്കേഷൻ പോപ്പപ്പ് മെസ്സേജ് ആയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് പറയുന്നത് ബാക്ക് ആൻഡ് ഡാറ്റ ലോഡിംഗ് ആണ്. ബാക്ക് എൻഡിൽ എന്തെങ്കിലും പ്രോസസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് എക്സാമ്പിൾ PHP പ്രോഗ്രാമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഡാറ്റ ലോഡിങ്ങിന്, ഡാറ്റനെ കൂടെ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഈ ജാവാസ്ക്രിപ്റ്റ് വെച്ച് നമുക്ക് ഹെൽപ്പ് ചെയ്യാം. ആൻഡ് പ്രസൻറ്റേഷൻസ്, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യാൻ, നമ്മളതിൻ്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറഞ്ഞല്ലോ, നമ്മുടെ ഗാലറി, ഒരു വെബ്സൈറ്റിൽ നമ്മൾ ഗാലറി ക്രിയേറ്റ് ചെയ്യണം. ഓരോ വെബ്സൈറ്റിലും അതിന് ഗാലറി പല രൂപത്തിലായിരിക്കും. ചില ഗാലറിയിൽ ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും സ്ക്വയർ ആയിട്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ മൗസ് ഓവർ കൊണ്ടുവച്ചാൽ, മൗസ് അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് എൻലാർജ് ആവും അല്ലേ, ഓട്ടോമാറ്റിക് എൻലാർജ് ആയി വരും. ചില ഗാലറി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഇമേജസ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓരോന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഗാലറി ആയിരിക്കാം. ഇതുപോലെ പ്രസൻറ്റേഷൻ സ്കിൽസ്, പ്രസൻറ്റേഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിലേക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് മാറ്റാം. ആൻഡ് സെർവർ അപ്ലിക്കേഷൻ, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് ജാവാസ്ക്രിപ്റ്റ്. പുതിയ Node.js ഒക്കെ വന്നതോടുകൂടി സെർവർ ആപ്ലിക്കേഷൻസ് ആയിട്ട്, സെർവറിലേക്കുള്ള പ്രോഗ്രാംസും നമുക്ക് എന്ത് ചെയ്യാം, ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ചുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ബാക്കിയുള്ള പാർട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.